തിരഞ്ഞെടുപ്പാവേശം വാനോളമുയർത്തി പാലക്കാട്ടെ പരസ്യ പ്രചാരണം കൊട്ടിക്കലാശിച്ചു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. പാലക്കാട് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു മൂന്ന് മുന്നണികളുടെയും കൊട്ടിക്കലാശം. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം സന്ദീപ് വാര്യരും രമേശ് പിഷാരടിയും അണിനിരന്നു. LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരനു വേണ്ടി MB രാജേഷും NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനു വേണ്ടി ശോഭാ സുരേന്ദ്രനും ഇന്ന് കളത്തിലിറങ്ങി. പ്രഖ്യാപനം വന്ന അന്ന് മുതൽ രാഷ്ട്രീയ കേരളത്തെ ഉദ്വേഗത്തിന്റെ മുൾമുനയിലിരുത്തുന്നതായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ഒരു മൾട്ടിസ്റ്റാർ സിനിമയുടെ കഥ പോലെ സർപ്രൈസുകളും ട്വിസ്റ്റുകളും തുടരെ വന്നു. 27 ദിവസത്തെ പ്രചാരണത്തിന്റെ ആവേശം കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷം വരെയും പ്രകടമായി. കറകളഞ്ഞ കോൺഗ്രസുകാരനായ സരിനെ കളം മാറ്റി സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷം ആദ്യ സർപ്രൈസ് ഒരുക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ സ്ഥാനാർത്ഥിയാക്കിയ UDFന് വെല്ലുവിളിയായി. കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ വിള്ളലുണ്ടാക്കി എതിരാളിയെ പ്രഖ്യാപിച്ചത് മുതൽക്കൂട്ടാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ കള്ളപ്പണം വിതരണം ചെയ്തുവെന്ന ആരോപണവും LDF പ്രധാനപ്പെട്ട പ്രചാരണായുധമാക്കി. സരിന് പിന്നാലെ പാലക്കാട് കോൺഗ്രസിലെ അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കളെ ഇടതുപാളയത്തിലെത്തിക്കാനായതും രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. മന്ത്രി MB രാജേഷും CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവുമാണ് പി സരിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. കോൺഗ്രസും BJPയും തമ്മിലാണ് പ്രധാന മത്സരമെന്ന വാദത്തെ തള്ളുന്ന തരത്തിലുള്ള പ്രചരണത്തിനാണ് കലാശക്കൊട്ടിന്റെ അവസാന നിമിഷവും CPIM നേതൃത്വം നൽകിയത്. ഷാഫി പറമ്പിലിന്റെ രാജിക്ക് പിന്നാലെ ഒഴിവന്ന സീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തീരുമാനിക്കുമ്പോൾ ഇത്രയും മത്സരം കോൺഗ്രസ് പോലും പ്രതീക്ഷിച്ചിരുന്നു എന്ന് സംശയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വം BJP കോൺഗ്രസ് ഡീലാണെന്ന CPIMന്റെ ആരോപണത്തിന് മറുപടി പറഞ്ഞു തുടങ്ങിയ UDFന്റെ ക്യാമ്പയിൻ പിന്നീട് പിണറായി സർക്കാരിന്റെ ഭരണവീഴ്ചയിലേക്കും വികസന പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകാനായി എന്നു തന്നെയാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് ചോദിച്ച സന്ദീപ് വാര്യർ കൊട്ടിക്കലാശമാകുമ്പോഴേക്കും UDF ക്യാമ്പിലേക്ക് എത്തി എന്നത് തന്നെയാണ് UDFന്റെ മറുപടി. ഈ പറയുന്ന പെട്ടിവാദവും ഇരട്ട വോട്ടൊക്കെ ഷാഫി പറമ്പിലെ ജനപ്രീതിയിലും VD സതീഷിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിയിലും മറികടക്കാൻ കഴിയും എന്നു തന്നെയാണ് UDFന്റെ കണക്കുകൂട്ടൽ. UDFും LDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അല്പം വൈകിയാണ് BJP തങ്ങളുടെ A ക്ലാസ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പാലക്കാട്ടുകാർക്ക് പരിചിതനായ C കൃഷ്ണകുമാറിനെ പ്രഖ്യാപിച്ചതിലൂടെ പ്രചാരണത്തിൽ മറ്റു മുന്നണികൾക്കൊപ്പമെത്താൻ BJPയെ സഹായിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ശോഭാ സുരേന്ദ്രനെയും കൊട്ടിക്കലാശ ദിവസം ഒപ്പം നിർത്തിയായിരുന്നു C കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ. കുണ്ടിനും കപ്പിനുമിടയിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മണ്ഡലം പിടിക്കാൻ BJPക്കൊപ്പം RSS കൂടി വീടാന്തരം കയറിയിറങ്ങിയത് ഗുണം ചെയ്യുമെന്ന് BJPക്ക് അറിയാം. ഒപ്പം പാർട്ടിയുടെ മുഖമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത് ഉറച്ച പാർട്ടി വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തില്ലെന്നും BJP കണക്കുകൂട്ടുന്നു. ഉപതെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും നിയമസഭയിൽ താമര വിരിയിക്കാനാകുമെന്ന ആത്മവിശ്വാസം ഉറപ്പിക്കുന്നതായിരുന്നു BJPയുടെ ഈ കൊട്ടിക്കലാശം. 27 ദിവസം നീണ്ടുനിന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായ അവസാനം. ജനം വിധിയെഴുതാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. നാളെ എല്ലാം കാതോട് കാതോരം. Team 24 പാലക്കാട്.